പോയി. ആ സ്ഥലത്ത് പാർക്കും അവിടെ ആയിരുന്നു പൂള്, പക്ഷെ പൂള് ഇറക്കിയില്ല, ഇറങ്ങണമുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ അവരെല്ലാവരും കുറേ കളിച്ച്, പിന്നെ ട്രംബ്ലീനൊക്കെ ഉണ്ട്, ട്രംബ്ലീനിൽ കളിച്ചിട്ട് കുറേ പേരൊക്കെ താഴെ വീണ്, ഞാനും താഴെ വീണ്. ഞാൻ തന്നെ എൻ്റെ കൈയൊക്കെ പോയി. എന്നിട്ട് കൈ ഒടിഞ്ഞോലെ തോന്നി, പക്ഷെ കൈ ഒന്നും പറഞ്ഞില്ല. എന്നിട്ട് ഞങ്ങൾ വേറെ സ്ഥലത്ത് പോയി. അത് ഗെയിമിങ്ങിനെയാണ്. ഇങ്ങനെ ഗെയിം അതിൻ്റെ അകത്ത് ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. അവിടെ AC ഉണ്ടായിരുന്നു, അവിടെ സ്റ്റേജ് പോലെ അതുണ്ടായിരുന്നു. അവിടെ പോയി ഞാൻ നിവേദിയും കൂടെ കിടന്ന്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വേറെ സ്ഥലത്തുകൊണ്ട് സ്ഥലത്തായിരുന്നു ഈ സ്കൂളിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ട്. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കറക്കും. ആദ്യം ഞങ്ങളാണ് കയറിയത്. ഇങ്ങനെ കയറിയിട്ട് ഞാൻ അത് കയറിയിട്ട് നന്നായി ടൈറ്റാക്കിയിട്ട് കയറിയിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഞാൻ ഉള്ള ദൈവത്തിനൊക്കെ കുളിച്ച് കൂട്ടി. അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ പേടിച്ച് എന്ത് ചെയ്യാൻ കുറേ കാറിയൊക്കെ പോയി. കണ്ണടയ്ക്കാൻ എനിക്ക് പറ്റുന്നില്ല. അതായിട്ട് അനീശവസി ചോദിക്കുന്നു എന്ത് പറ്റിയെന്ന്. ഒന്നുമില്ലെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് പേടിച്ച് പോയി. ഞാൻ വിദ്യങ്ങളെ പൊട്ടി വീണാലോ. പിന്നെ അവിടെ സ്ലൈഡുണ്ട്, അതിൻ്റെ അകത്ത് ഇങ്ങനെ കറങ്ങി സ്ലൈഡിൽ കറങ്ങി. പിന്നെ സ്നോ ഈ ബോളൊക്കെ ഉണ്ട്. അത് 4 പിള്ളേർ വന്ന് ഞങ്ങളെ മേത്തേക്ക് ബോളറിയും. അപ്പോൾ ഞാൻ ഇറങ്ങി ഓടി. എൻ്റെ കാള ഉണ്ടായിരുന്നു. കാളെ കയറാൻ എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. പിന്നെ ഞാൻ കയറിയില്ല. ബാക്കിയുള്ള എല്ലാവരും കയറി. എൻ്റെ ഇവിടെ നിവേദ്യം ഉണ്ടായിരുന്നു, നിവേദ്യം കയറിയില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മുടെ സ്വന്തം ഫുഡായിരുന്നു ഞങ്ങൾ കൊണ്ടുവരണം, എൻ്റെ സ്കൂളിൽ ഫുഡ്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് എല്ലാവരും വീണ്ടും മറ്റേ 3rd സ്ഥലത്തേക്ക് പോയി. 3ാമത്തെ പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ സാധനത്തിൽ കയറിയത്, അതിൻ്റെ അകത്ത് പോയി. ഇടക്കൊച്ച് ഇസബല്ല പറയണേ എല്ലാവരും ഒരുമിച്ചുണ്ടാവണമെന്ന്. എന്നിട്ട് ഇസബല്ലയും ദിയ ഒരു സ്ഥലത്ത്, ഞാനും നിവേദികയും വേറൊരു സ്ഥലത്തായിരുന്നു. എന്നിട്ട് കൂട്ടുവെട്ടി അങ്ങനെ കുറേ സംഭവം ഉണ്ടായി. അവസാനം ദിയ ഇസബല്ല കാളെ കയറിയായിരുന്നു. അപ്പം കാളെ കയറിയപ്പോൾ ഇസബല്ല ആദ്യം സ്ലോ ആക്കി ഞങ്ങൾ. എന്നിട്ട് ദിയ പറഞ്ഞ് സ്പീഡാക്കാൻ പറഞ്ഞപ്പോൾ ഇസബല്ല സ്പീഡാക്കാൻ പറഞ്ഞപ്പോൾ ഇസബല്ല പെട്ടെന്ന് സ്പീഡാക്കി ഇവിടെ താഴെ വീണു. എന്നിട്ട് ഇവളുടെ കൈ നല്ല വേദന ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങളുടെ കൂടെ വന്നു വേണ്ടി. എന്നിട്ട് ദിയ എടുത്ത് കൂട്ടുകൂടി. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നിട്ട് 3rd സ്ഥലത്തേക്ക് വീണ്ടും പോയിട്ട് ഞാൻ 2ാമത്തെ പ്രാവശ്യം മറ്റേ ഈ സാധനത്തിൽ കയറി. ഈ സാധനത്തിൽ കയറിയിട്ട് എൻ്റെ മുടിയൊക്കെ പറന്ന്, പിന്നെ എൻ്റെ ബെൽറ്റ് ഊരിപ്പോയി. ഈ സാധനം ഇങ്ങനെ കെട്ടി വെച്ചില്ലേ, എൻ്റെ ബെൽറ്റ് ഊരിപ്പോയി. ഞാൻ പേടിച്ച് അയ്യോ എൻ്റെ ബെൽറ്റ് ഊരിപ്പോയി ഞങ്ങളെന്ന് പറഞ്ഞു കരഞ്ഞു. എൻ്റെ ഫ്രണ്ടിൻ്റെയും കരഞ്ഞെന്നല്ല കാറി, എൻ്റെ ഫ്രണ്ടിൻ്റെ ഊരിപ്പോയായിരുന്നു, നിവേദിൻ്റെ ഊരിപ്പോയി. പിന്നെ ഞങ്ങൾ എല്ലാതും എന്നിട്ട് ദിയ